ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അക്ഷയ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര മട്ടാഞ്ചേരിയിലേക്കാണ്, അതും നമ്മുടെ വാട്ടർ മെട്രോയിൽ. കൊച്ചി ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത്. കൊച്ചി ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വാട്ടർ മെട്രോ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂട്ടും കൂടിയാണ് ഹൈക്കോർട്ടിൽ നിന്നും മട്ടാഞ്ചേരിയിലേക്കുള്ളത്. കൊച്ചി വാട്ടർ മെട്രോയെ കുറിച്ച് വൺ ഓഫ് ദ മോസ്റ്റ് മോഡേൺ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ ദ വേൾഡ് എന്ന് വെറുതെ പറയുന്നതല്ല, നല്ല മോഡേൺ സ്റ്റൈലിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയി തന്നെയാണ് മെട്രോ സ്റ്റേഷനും ബോട്ടും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ബോട്ടുകളാണ് ഇവിടെ കൊച്ചി വാട്ടർ മെട്രോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ മലിനീകരണമോ ശബ്ദ മലിനീകരണമോ ഉണ്ടാകുന്നില്ല. നമ്മൾ ഹൈക്കോർട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വില്ലിംഗ്ടൺ ഐലൻഡ് വഴി ചുറ്റിയാണ് മട്ടാഞ്ചേരിയിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ കൊച്ചി ഷിപ്പ് യാർഡും വില്ലിംഗ്ടൺ ഐലൻഡും ബോൾഗാട്ടി പാലസും സൈഡീസ് ഫിഷിംഗ് നെറ്റ്സും കാണാം. എൻ്റെ യാത്രയിൽ ഡോൾഫിൻസിനെ കാണാൻ പറ്റിയെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. കൊച്ചി വാട്ടർ മെട്രോയുടെ നിലവിലുള്ള പ്രവർത്തന സമയം കാലത്ത് 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്ന് മട്ടാഞ്ചേരി കൂടാതെ ഫോർട്ട് കൊച്ചിൻ, വില്ലിംഗ്ടൺ ഐലൻഡ്, വൈപ്പിൻ എന്നിവിടങ്ങളിലേക്കും സർവീസ് അവൈലബിൾ ആണ്. കൊച്ചി കാണാനായി വരുന്നവർക്ക് ബ്ലോക്കിലൊന്നും പെടാതെ കൊച്ചി ചുറ്റി കാണാൻ ഏറ്റവും നല്ല മാർഗം കൊച്ചി വാട്ടർ മെട്രോ തന്നെയാണ്. അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരിയിലെത്തി. മട്ടാഞ്ചേരി ടെർമിനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് പൂർണ്ണമായും വെള്ളത്തിന് മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചി വാട്ടർ മെട്രോയുടെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ മെട്രോ ടെർമിനലാണ് മട്ടാഞ്ചേരി ടെർമിനൽ. ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ നമ്മൾ എത്തുന്നത് കൊച്ചിയുടെ ചരിത്രത്തിലേക്കാണ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ.